ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് OnePlusൻ്റെ 40FA1A00 എന്ന 40 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD ടി വിയാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് പിക്ചറില്ലാത്തതാണ്, ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുള്ള ഇല്ലാത്തതാണ് കംപ്ലയിൻറ്റ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഫ്രെയിംലെസ് ടി വിയുടെ ബാക്ക് ലൈറ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. സോ നമുക്ക് എന്തായാലും ഇത് ഫിക്സ് ചെയ്ത് നോക്കാം. പിക്ചറില്ലാതെ രണ്ട് കാരണങ്ങൾ വരാം. ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആകുമ്പോഴും LED കംപ്ലയിൻ്റ് ആകുമ്പോഴും വരാം. അപ്പോൾ അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റോ അല്ലെങ്കിൽ ടോർച്ചോ ഉപയോഗിച്ച് സ്ക്രീനകത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിക്ചറകത്ത് മൂവിങ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ലോഗോയൊക്കെ ബൂട്ടിങ് സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം അത് വിസിബിൾ ആയിരിക്കുമെന്ന് നമുക്കൊരു സംശയമാണ്. കാരണം വീഡിയോസിലത് ചില കേസിൽ മാത്രമേ അങ്ങനെ കിട്ടാറുള്ളൂ. ഇവിടെ എന്തായാലും നമ്മുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിക്കുന്ന സമയത്ത് അകത്ത് പിക്ചർ കാണുന്നുണ്ട്. OnePlusൻ്റെ ആ ലോഗോയൊക്കെ നമുക്ക് ബൂട്ടിങ് സമയത്ത് അവിടെ ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ പിക്ചർ കാണാത്ത കംപ്ലയിൻറ്റ് ഭൂരിഭാഗം വരുന്നത് LED ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ്. 80% വരുന്നത് LED ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് തന്നെയാണ്. ചില കേസിൽ പവർ സപ്ലൈയുടെ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ കപ്പാസിറ്റർ ബൾജായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈവർ ഇഷ്യൂ ആയിട്ടൊക്കെ വരാറുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും അഴിച്ചു നോക്കി ബാക്ക് കവർ ഒന്ന് അഴിച്ചു നോക്കി വോൾട്ടേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് എന്താണ് കംപ്ലയിൻ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇത് ഏകദേശം ഒരു 3 ഇയറോളം വർക്ക് ചെയ്ത ടി വിയാണ്. 3 ഇയർ ആയിട്ടുണ്ട് ഈ ടി വി വാങ്ങിച്ചിട്ട്. അതിന് ശേഷമാണ് ഇത്തരത്തിൽ ബാക്ക് ലൈറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ടി വിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ ടി വികളുടെ മദർ ബോർഡെല്ലാം ഫിക്സ് ചെയ്യുന്ന ബോഡിയിൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മദർ ബോർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കൂടെ കാണാം ബാക്കിലെ കവറിൽ, അതായത് ബാക്ക് കവറിൽ പ്ലാസ്റ്റിക്കിലാണ് ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ LVDS കേബിൾ റിമൂവ് ചെയ്താൽ മാത്രമേ ഈ ബാക്ക് കവർ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ സാധിക്കുള്ളൂ. അതുപോലെ ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷനും മദർ ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ പവർ സപ്ലൈയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഈ ബാക്കിലത്തെ കവർ നമുക്ക് റീപ്ലേസ് ചെയ്ത് മാറ്റി വയ്ക്കാൻ സാധിക്കുള്ളൂ. മൈക്രോമാക്സ്, സോണി അങ്ങനെ കുറച്ചധികം ബ്രാൻഡുകളിൽ ഇത്തരത്തിൽ ബാക്കിലെ കവറിൽ PCB അറ്റാച്ച് ചെയ്ത് വരാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഒന്നുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് അഴിക്കാൻ എളുപ്പമുള്ളത് ബോഡിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ബോർഡുകളുള്ള ടി വികളാണ് ഒന്നുകൂടെ അഴിക്കാനൊക്കെ സർവീസ് ചെയ്യാനൊക്കെ ഒന്നുകൂടെ ഈസി. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് LED ഒക്കെ റീപ്ലേസ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്ത് നോക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ബോർഡ് നമ്മൾ അതിൽ നിന്ന് അഴിച്ചെടുക്കേണ്ടിയൊക്കെ വരാറുണ്ട്. എന്തായാലും നമ്മൾ ബാക്ക് കവർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തായാലും LED തന്നെയാണ്. LED ചെക്കർ വെച്ചിട്ട് LEDയുടെ ആ ഒരു 2 പിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാകാം LED ആണോ പോയിട്ടിരിക്കുന്നത്, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ LED ചെക്കർ വെച്ചിട്ട് LEDയുടെ സപ്ലൈ ഉള്ള ഒരു ജിഗ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. റെഡിലും അതുപോലെ വൈറ്റ് ബ്ലാക്കിലും നെഗറ്റീവും പിടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം LED ചെക്കറിൽ 220 ആ ഒരു വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനർത്ഥം നമുക്ക് മനസ്സിലാക്കാം വോൾട്ടേജ് സ്റ്റഡിയല്ല, അതായത് ഉറപ്പായിട്ടും LED കംപ്ലയിൻ്റ് തന്നെ ആയിട്ടുണ്ട്. LED ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ LED ചെക്കറിനകത്ത് കറക്റ്റ് റീഡിങ് കാണിക്കും. അതായത് ഓരോ ടി വിക്കുള്ള LEDയുടെ ഔട്ട്പുട്ട് കറക്റ്റ് സ്റ്റഡി ആയിട്ട് തന്നെ അവിടെ സ്റ്റേബിളായിട്ട് കാണിക്കും. ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പാനൽ ബോഡിയായിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു പാനൽ റിമൂവ് ചെയ്തെടുത്തിട്ട് LED ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതുപോലെ പാനലിൻ്റെ സ്കെയിലർ ബോഡിയായിട്ട് പശ വെച്ചിട്ടോ അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ എടുക്കണം, റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതായത് താഴത്തെ ലോഗോ ഉള്ള ഒരു ബീഡിങ്, അതായത് ടി വിയുടെ ബോട്ടം സൈഡിലെ ബീഡിങ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് സ്റ്റാറിന് ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. ഈ ഫ്രെയിംലെസ് ടിവിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം, അതായത് താഴെ വശത്ത് മാത്രമേ അതിൻ്റെ ഫ്രെയിം ഉണ്ടായിരിക്കും. ബാക്കി 3 സൈഡിലും, അതായത് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ ടോപ്പ് സൈഡിൽ ഫ്രെയിം ഉണ്ടായിരിക്കില്ല. ഇത്തരത്തിൽ ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്ന കൊടുക്കുന്ന ഇൻപുട്ട് ആ ഒരു അത്രയും ഫുൾ പിക്സലോട് കൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഗുണം ഇതുകൊണ്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ എല്ലാ ടിവികളും ഇത്തരത്തിൽ ഫ്രെയിംസ്, അതായത് ടോപ്പിലും ലെഫ്റ്റിലും റൈറ്റിലും ഫ്രെയിംസ് ഒഴിവാക്കുന്നത്. ഇത്തരത്തിൽ ചെറിയ ഫിലിം, അതായത് വളരെ തിന്നായിട്ടുള്ള ഫിലിം ഉപയോഗിച്ചുകൊണ്ട് ആ പാനൽ ബോഡിയിൽ നിന്ന് ഇളക്കി മാറ്റാൻ. ഇത്തരത്തിൽ ഫ്രെയിംലെസ് ടി വി ആകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്, സർവീസിങ് കുറച്ച് കൂടെ ബുദ്ധിമുട്ടാണ്. അതായത് ഇത്തരത്തിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുക്കുകയും അതുപോലെ തിരിച്ചൊട്ടിക്കുന്ന സമയത്ത് ആ ഗ്ലൂ എല്ലാം, അതായത് മുമ്പ് ഉണ്ടായിരുന്ന ഗ്ലൂ എല്ലാം വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ പാനൽ ഇളകി താഴെ പോകാനും പൊട്ടാൻ തന്നെ വളരെ ചാൻസ് കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഗമ്മെല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പാനൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഫിക്സ് ആയിരിക്കുള്ളൂ. സാധാരണ ടിവിയിൽ ഈ റിഫ്ലക്ഷൻ ഷീറ്റ് നമ്മൾ മേലോട്ട് പൊക്കി എടുക്കുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ താഴോട്ട് സ്ലൈഡ് ചെയ്താണ് എടുക്കുന്നത്. കാരണം ആ ഒരു ബീഡിങ്ങിൻ്റെ സൈഡിലകത്തൂടെ ഒരു സ്ലൈഡ് രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ വലിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിൽക്കൂടെ കാണാം 8 LED ഉള്ള 2 സ്ട്രിപ്പാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് ഒരു LED അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ LED പോകുമ്പോൾ ഇത്തരത്തിൽ ബാക്ക് ലൈറ്റ് കത്താതെ വരും. എല്ലാം സീരീസ് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഒരു LED പോയാലും മൊത്തം എൻ്റയർ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. ഇതിൽ ഒരു LED പോയാലും അത് മാത്രം റീപ്ലേസ് ചെയ്താൽ ഇത് വർക്ക് ചെയ്യും. പക്ഷേ എല്ലാ LEDകളും ചിലപ്പോൾ ഒരു ഏജ് ആയതുകൊണ്ട് അത് പോകാൻ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരെണ്ണം മാത്രം മാറ്റിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വീണ്ടും പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുൾ എൻ്റയർ സ്ട്രിപ്പ് തന്നെ 2 മാറുന്നത്. ഇവിടെ നമ്മൾ അത് 2 കംപ്ലീറ്റ് ആയിട്ട് മാറും. LED കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ
LED ചെക്കർ ഉപയോഗിച്ച് നമ്മൾ മേലത്തെ LED, അതായത് ടോപ്പ് സൈഡിലെ LED ചെക്ക് ചെയ്തപ്പോൾ വർക്കിംഗ് ആണ്. 21 വോൾട്ട് കാണിക്കേണ്ടത്. അത് ഒരു LED 3 വോൾട്ടാണ്. അങ്ങനെ 8 LED. അപ്പോൾ 24 വോൾട്ടാണ് ഒരു സ്റ്റെപ്പിൽ വരിക. അപ്പോൾ ഇവിടെ LED ചെക്കറിൽ കുറച്ച് വോൾട്ടേജ് കുറവായിട്ട് കാണിക്കുക. അത് എല്ലാ ചെക്കറിലും അങ്ങനെയാണ് ഒരു പരിധി വരെ കാണിക്കാറ്. താഴത്ത് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് LED വർക്കിംഗ് അല്ല, അതിനകത്ത് കുറച്ച് LEDകൾ പോയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണാം 1-2 LEDകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണമാണ് പോയിട്ടുണ്ടെങ്കിലും ഒന്ന് കൂടുതൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഫുൾ എൻ്റെ സ്ട്രിപ്പാണ് ഇവിടെ മാറുന്നത്. കാരണം ഒരിക്കലും LED ആയിട്ട് മാറുന്ന അത്ര നല്ല ലൈഫ് കൂടുതൽ കിട്ടാൻ ഒന്നുകൂടെ ബെറ്റർ ഈ ഫുൾ എൻ്റെ സ്ട്രിപ്പ് തന്നെ മാറ്റുന്നതാണ്. ചിലർക്കെങ്കിലും സംശയം തോന്നാം, അതായത് ഈ ഒരു LED വെച്ചുകൊണ്ട് ഇത്രയും TVക്ക് ലൈറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ പണ്ടത്തൊക്കെ മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന LEDയിലൊക്കെ ഒരുപാട് LED എണ്ണം വരുന്നുണ്ട്, അതുകൊണ്ട് ഇതിലെന്താണ് ഇത്ര കുറവെന്നൊക്കെ ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നിയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. അതായത് ഒന്നുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഡിസ്പ്ലേയുടെ വർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഡിസ്പ്ലേ വളരെ തിന്നാണ്, അതായത് കട്ടി കുറവാണ്. മുമ്പത്തെ ഹാർഡ് പാനലായിരുന്നു മതി, കുറച്ചധികം വർഷം മുമ്പുള്ള. ഇപ്പോഴും ചില പാനലുകളാണ് ഇറക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും LCD മോഡലിലൊക്കെ കുറച്ചുകൂടെ ഹാർഡ് പാനലാണ്. അപ്പോൾ ഹാർഡ് പാനലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നന്നായിട്ട് ലൈറ്റ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് പിക്ചർ ഒരു നല്ല ക്ലാരിറ്റിയോടുകൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയുടെ വർക്കിംഗ് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു ബാക്കിൽ വരുന്ന ലൈറ്റ് ഒരു സർട്ടൈൻ ആംഗിളിൽ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പിക്ചർ കാണാൻ സാധിക്കുന്നത്. അതായത് പിക്സലുകൾ ചില സർട്ടൈൻ ആംഗിളിൽ അത് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് പിക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ലിം ആയിട്ടുള്ള ഇപ്പോൾ വരുന്ന ഡിസ്പ്ലേകളാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ലൈറ്റ് പെട്ടെന്ന് തന്നെ കടത്തിവിടാമെന്നില്ല, അത്രയും തിക്നെസ് മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ടാണ് കുറവ് LEDകൾ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 3Mൻ്റെ നല്ല ഹാർഡായിട്ടുള്ള, ഭയങ്കര നല്ല പശയുള്ള ഒരു ഡബിൾ സൈഡ് ടൈപ്പാണ്. അതിന് മുമ്പ് ഈ ഒരു ഫ്രെയിം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അതായത് അതിനകത്തുള്ള മുമ്പ് ഉണ്ടായിരുന്ന ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ആ ഒരു ബാക്കി പോർഷനൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഇത് ഒട്ടിക്കാവൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ LED ആദ്യം ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യണം. ഇത്തരത്തിൽ ഡബിൾ സൈഡ് വളരെ തിന്നായിട്ടുള്ള ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ് LED ഒട്ടിക്കുന്നത്. അതും രണ്ടും ഇതുപോലെ ഒട്ടിച്ച് വെക്കണം. ചില ടിവിയിൽ ലോക്കിംഗ് സിസ്റ്റമായിട്ട് LED പ്ലേസ് ചെയ്യാറുണ്ട്, ചിലതിൽ സ്ക്രൂ ആയിട്ട് വരാം, ചില ഒട്ടിക്കുന്ന ടൈപ്പായിട്ട്, ഇതുപോലെ ഒട്ടിക്കുന്ന ടൈപ്പായിട്ട് വരാം. അപ്പോൾ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ ബെറ്ററായിട്ട് പറയുന്നത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അത് ഒട്ടിക്കുന്നതായിരിക്കും. കാരണം അതാണ് കൂടുതലും ബോഡിയായിട്ട് കോൺടാക്റ്റ് കിട്ടാൻ കൂടുതലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ട് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ബെറ്റർ ഇതാണ്. ഇതല്ലാത്ത ടിവികളും കൂടുതലുണ്ട്. LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് LED പ്രോപ്പറായിട്ട് വർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കാം. പുതുതായിട്ട് കണക്ട് ചെയ്ത LED എല്ലാം ബോർഡിൽ കണക്ട് ചെയ്യുമ്പോൾ വർക്കിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ബോർഡ് PCB ബാക്കിലെ കവറിലായതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാണാൻ LED ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫ്രെയിം ഒന്ന് പൊക്കി നോക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ LEDയും വർക്കിംഗ് ആണ്, കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള റിഫ്ലക്ടർ ഷീറ്റുകളും അതുപോലെ ബാക്കി അനുബന്ധിച്ച സാധനങ്ങളൊക്കെ റീഫിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ സെയിം LED കിട്ടാത്തതുകൊണ്ട് ഏകദേശം, അതായത് കണക്ടറെല്ലാം സെയിമാണ്. ചില LEDകൾ ആ ഒരു കട്ട് ചെയ്തിരിക്കുന്ന ഷീറ്റിൻ്റെ ചില വ്യത്യാസമുണ്ട്, അതായത് ആ ഹോളുകളിൽ കറക്റ്റ് അല്ല കിട്ടുന്നത്. അപ്പോൾ നമുക്കത് ഒരു നൈഫ് ഉപയോഗിച്ച് കറക്റ്റ് മാച്ച് ചെയ്തൊന്ന് കൊടുക്കാം. വളരെ സിമ്പിളാണ്. ഇത്തരത്തിൽ ആ നൈഫ് ഉപയോഗിച്ച് ആ LEDയുടെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം ആ ഒരു പ്രോപ്പർ റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അല്ലാതെ LEDക്ക് ഒരുപാട് ലെങ്ത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ട്രക്ചറിലൊന്നും ഒരു വ്യത്യാസമല്ല. ഈ ഒരു ചെറിയ ലെൻസുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന അലൈൻമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം, അതെനിക്ക് തോന്നുന്നു ഓരോ ബാച്ചിലും ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. അല്ലെങ്കിൽ ഇതേ LED തന്നെ വേറെ മോഡൽസിൽ ഉപയോഗിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ നമ്മൾ എന്തായാലും അത് വളരെ നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് പ്രോപ്പർ ആ റിഫ്ലക്ഷൻ കിട്ടുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ, അതായത് ഇതിൻ്റെ ഡിസ്പ്ലേ ഒട്ടിക്കാനുള്ള ആ ടൈപ്പ് ഫിക്സ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചില്ലെങ്കിൽ ഈ ഡിസ്പ്ലേ താഴെ വീണ് പൊട്ടുകയോ അല്ലെങ്കിൽ കോഫിനോ അല്ലെങ്കിൽ ഒരുപാട് കംപ്ലയിൻറ്റ് വരുന്ന ചാൻസുള്ളൊരു ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് LED LCD സർവീസ് ചെയ്യുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡിസ്പ്ലേ ഒട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഒട്ടിച്ചത് കറക്റ്റായില്ലെങ്കിൽ പുറത്ത് സൈഡിൽ കൂടെ ലൈറ്റ് പുറത്തോട്ട് വേണമെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് തോന്നുകയൊക്കെ ചെയ്യും. അതിനേക്കാൾ ഉപരി ഇത് പ്രോപ്പറായിട്ട് അതിനകത്ത് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നേരെ ഇരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് താഴെ ഇളകി വിടാറുണ്ട്, അങ്ങനെ വീണിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നോർമൽ LED TV LCD TV ബാക്ക്ലൈറ്റ് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നതിനൊക്കെ കുറച്ചുകൂടെ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇത്. അപ്പോൾ അതിനകത്ത് ആ ഒരു കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഡിസ്പ്ലേ ഈ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യാനാണ്. കാരണം നമ്മൾ ഡിസ്പ്ലേയുടെ സൈഡിലും ഇതുപോലെ ആ മുമ്പുണ്ടായിരുന്ന ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ബാക്കി, അതായത് ആ ഒരു സൈഡിൻ്റെ ഒരു പോർഷൻ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ബോഡിയിൽ നമ്മൾ അത് ഇളക്കി മാറ്റിയതിന് ശേഷം ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു. ഇനി നമ്മൾ പാനലിൻ്റെ പുറകിൽ ഉള്ളതും ഇതുപോലെ വളരെ സമയമെടുത്ത് ശ്രദ്ധിച്ചിട്ട് ഇളക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ബോഡിയായിട്ട് ഇത് പ്രോപ്പറായിട്ട് അതായത് ഒട്ടി ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് താഴെ ഇളകി വീഴാറുണ്ട്. കുറച്ചുകൂടെ വെയിറ്റുള്ള ഡിസ്പ്ലേ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഹൈറ്റിൽ വയ്ക്കുന്ന സമയത്ത് ഇളകി വീഴാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് ആ ഒരു ടേപ്പ് ഇളക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ ഈ ടേപ്പ് എല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കാണാം 3 സൈഡിലാണ് വരിക, അതായത് ടോപ്പിലും ലെഫ്റ്റിലും റൈറ്റിലും ടൈപ്പ് ഉണ്ടാവും. അതെല്ലാം റിമൂവ് ചെയ്ത് മാറ്റി
ഡിസ്പ്ലേ പ്രോപ്പറായിട്ടൊന്ന് തുടയ്ക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ കയ്യിൻ്റെ ഫിംഗർ പ്രിൻ്റ് മാർക്കുകളും അതുപോലെ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ തന്നെ അത് പോകാൻ വേണ്ടിയിട്ട് നല്ല കോട്ടൺ ഫൈബർ, അതായത് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉപയോഗിച്ച് തുടയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് പാനൽ അതിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ പുറമേയുള്ള ആ ഒരു സ്റ്റിക്കർ ഇളക്കി മാറ്റാൻ തന്നെ പാനലിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ സ്റ്റിക്കറിൻ്റെ പുറമേയുള്ള ലെയർ ഇളക്കിയിട്ടാണ് മാറ്റുന്നത്. പാനലിന് ബോഡിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇളക്കി മാറ്റാതെ തന്നെ പാനൽ പ്ലേസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോർണറിലായിട്ട്, എന്നാൽ 3 കോർണറിലായിട്ടും ആ പാനൽ ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ട് പുറമേയുള്ള ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ ആ ലെയർ ചെറുതായിട്ട് പുറത്തോട്ട് നീക്കി വെക്കുന്ന ഇത്തരത്തിൽ. അതെന്തിനാണെന്ന് വെച്ചാൽ ഇനി നമുക്ക് പാനൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അതങ്ങ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പാനൽ കറക്റ്റായിട്ട് ആ ഒരു കറക്റ്റ് അലൈൻമെൻറ്റിൽ അത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇരുന്നില്ല എങ്കിൽ ഇത് അതായത് ആ ഒരു എഡ്ജിൽ കറക്റ്റായിട്ട് ഇരുന്നില്ല എങ്കിൽ പാനൽ പൊട്ടാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇളകി വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഫ്രെയിംലെസ് ടി വിയിൽ സർവീസ് ചെയ്തതിന് ശേഷം, അതായത് LED കമ്പനിന് ശേഷം നമ്മളത് തിരിച്ച് പ്രോപ്പറായി ഫിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഡിസ്പ്ലേ താഴെ വീണ് പൊട്ടാനോ അല്ലെങ്കിൽ ബാക്കിൽ അതായത് അകത്തുള്ള ലൈറ്റ് സൈഡിൽ കൂടെയൊക്കെ പുറത്തോട്ട് കാണാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ നമ്മൾ ഡിസ്പ്ലേ പ്ലേസ് ചെയ്തതിന് ശേഷം ആടിയുള്ള ബോട്ടത്തിലുള്ള ആ ബീഡിങ് വെച്ചിട്ട്, ലോഗോ ഉള്ള ബീഡിങ് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടെ കാണാം 4 എഡ്ജുകളും, അതായത് എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ കാണാം എല്ലാ ആംഗിളിൽ നോക്കുമ്പോഴും അത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം മാത്രമേ അത് ഡിസ്പ്ലേ നമ്മൾ അതായത് TV ഇൻവെർട്ടഡ് ആക്കി അത് കിടത്തി വയ്ക്കാൻ പാടുള്ളൂ. പ്രോപ്പറായിട്ട് ഇരുന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ആ സ്കെയിലർ ബോഡിയായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിന് ശേഷം LVD കേബിളും അതുപോലെ LED കണക്ഷനൊക്കെ കൊടുത്ത് ബാക്കിൽ കവറൊക്കെ റീപ്ലേസ് ചെയ്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഫ്രെയിംലെസ് TV സർവീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അത് പ്രോപ്പറായിട്ട് നല്ല പശ വെച്ചിട്ട് നല്ല ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പാനൽ ഒട്ടിക്കുന്ന സമയത്ത് പാനലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഗമ്മ് കൂടെ റിമൂവ് ചെയ്തതിന് ശേഷം ഒട്ടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ 2 കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഷെയർ ചെയ്ത് എൻ്റെ അറിവുകളും എനിക്ക് മനസ്സിലായിട്ടുള്ള ഇൻഫർമേഷനൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഫ്രെയിംലെസ് TVയിൽ ഈ ഒരു കാര്യം മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടെന്നല്ല, കുറച്ചധികം നമ്മൾ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു വർക്ക്. ബാക്കിയെല്ലാം തന്നെ സർവീസ് ചെയ്യുന്നത് കോമൺ ആണ്. അതായത് ബോർഡാണെങ്കിലും എല്ലാം കോമൺ തന്നെയാണ്. വേറെ പാർട്സുകളൊന്നും വ്യത്യാസമില്ല. ഈ ഒരു ഫ്രെയിം മാത്രം ഒഴിവാക്കിയിരിക്കുന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സാധാ TV ഫ്രെയിംലെസ്സും തമ്മിൽ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ഈ കാണുന്ന ആംഗിളിൽ, അതായത് പിക്ചർ ക്വാളിറ്റിയിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.